ഹലോ ഗൈസ്, അപ്പോൾ അതിഥി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ ഇന്ന് കുറച്ച് കൊഴുക്കട്ട ഉണ്ടാക്കാമെന്ന് വെച്ചുകൊണ്ട് നിൽക്കുക. അപ്പം അതിൻ്റെ ഒരു വീഡിയോ കേട്ടോ. അപ്പം ഞങ്ങൾക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ. ഞാനും പിള്ളേരും ഒക്കെ ഇഷ്ടംപോലെ കഴിക്കും. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ളത് വെള്ളം വേണം, പിന്നെ അരിപ്പൊടി, ശർക്കര, തേങ്ങ, ഇത്രയൊക്കെ മതി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ പൊടിയൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടാകും. നമുക്ക് എന്തോരം പേർക്ക് വേണോ അതിനനുസരിച്ചുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം അടുത്തായിട്ട് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെക്കുക കേട്ടോ. ഇനിയിപ്പോൾ പൊടിയിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചൂടുവെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കത്തില്ല, ആ രീതിക്ക് കുഴച്ചെടുക്കണം. എന്നിട്ട് കുറച്ച് നേരം ഞാനിത് അവിടെ വെക്കും കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. പിന്നെ ഞാനിത് കുറച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇരുന്ന് തിന്നും, അതൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ നല്ലോണം കുഴച്ചിട്ട്, നല്ല ചൂട് വെള്ളമായിരുന്നേ, അതുകൊണ്ട് ആവിയൊക്കെ പറക്കുന്ന കണ്ടില്ലേ. അങ്ങനെ നല്ലതായിട്ട് അത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചൂട് മാറിയിട്ട് വേണം നല്ലോണം ഒന്ന് ഉരുട്ടിയൊക്കെ എടുക്കാനായിട്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ശർക്കര കേട്ടോ, തേങ്ങ കേട്ടോ, തേങ്ങ ചിരണ്ടുക. അപ്പോൾ തേങ്ങയും ചിരണ്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ശർക്കരയും കൂടെ അരിഞ്ഞിടണം. ശർക്കര ഞാൻ നല്ലോണം ഇടുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര അത്യാവശ്യം മധുരം കഴിക്കുന്നതാണ് ഞങ്ങളപ്പം. പിള്ളേർക്കാണെങ്കിലും കഴിക്കണമെങ്കിൽ ഇച്ചിരി ശർക്കര ചേർത്താലേ അവർ കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് നല്ലോണം ശർക്കര ഇടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഞാൻ ജീരകം ഒന്നും ഉപയോഗിക്കുന്നില്ല, കാരണം എനിക്ക് ഈ ജീരകത്തിൻ്റെ ടേസ്റ്റിനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. പിള്ളേർക്കും അങ്ങനെ തന്നെ, അവർക്കും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ശർക്കരയും തേങ്ങയും മാത്രം ഇട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ജീരകം ഇടേണ്ടവർക്ക് ഇടാം. പൊതുവെ ആൾക്കാർ ജീരകം ഇടുന്നവരുണ്ട്, അത് ഇഷ്ടമല്ലാത്തവർക്ക് ഇടണ്ട. അപ്പോൾ ഞാനത് ഇടുന്നില്ല. അപ്പോൾ ശർക്കര നല്ലോണം ചിരണ്ടി എടുക്കുക. ഓരോ സ്ഥലങ്ങളിലും ഓരോ പേരായിരിക്കും കേട്ടോ ഇനി പറയുന്നത്. ഞങ്ങൾ പൊതുവേ ഉണ്ടേന്നൊക്കെയാണ് പറയാറ്, പക്ഷേ കൊഴുക്കട്ടേന്നാണ് പൊതുവേ കേട്ട് വരുന്നൊരു പേര്. അപ്പോൾ ശർക്കരയെല്ലാം അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം അത് തേങ്ങയായിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഇച്ചിരി കട്ട പോലെ ഉണ്ടായിരുന്നു കേട്ടോ, ഫ്രിഡ്ജിലിരുന്ന ശർക്കരയായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ നല്ലോണം അതൊന്ന് ഉടച്ചെല്ലാം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഉണ്ട ഉരുട്ടാൻ പോകും കേട്ടോ. അപ്പോൾ ചൂടെല്ലാം നല്ലോണം മാറിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ചെറിയ ബോളുകളായിട്ട് ഉണ്ട ഉരുട്ടിയെടുക്കാം. ഞാൻ ഒറ്റയ്ക്ക് കേട്ടോ വീഡിയോ എല്ലാം എടുക്കുന്നത്, അതുകൊണ്ട് ഇച്ചിരി പാടാണ്. പൊടിമോളുണ്ടായിരുന്നെങ്കിൽ അവളെ കൊണ്ട് എടുപ്പിക്കാമായിരുന്നു. ഇപ്പോൾ അവരിന്ന് സ്കൂളിൽ പോയൊക്കെ വരുമ്പോഴത്തേക്കിനും ഉണ്ടാക്കി വെക്കാമെന്ന് വെച്ചോണ്ടാണ്. ഒത്തിരി നാളായി കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ട്. നേരത്തെയൊക്കെ എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് നെയ്യിരിപ്പുണ്ടായിരുന്നു, അപ്പോൾ ഓർത്ത് പിന്നെ അതുകൂടി ഇച്ചിരി ഇടാം, അപ്പോൾ അതിൻ്റെയും കൂടെ ഒരു ടേസ്റ്റ് കിട്ടിക്കോട്ടെ എന്ന് വെച്ചു. അപ്പോൾ അതുകൂടെ 2 സ്പൂൺ ഇടുന്നുണ്ട്. എന്നിട്ട് അതിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ചെറു ചൂടുണ്ട്, എന്നാലും ഞാനങ്ങ് കുഴച്ചെടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഉണ്ടകളാക്കി എടുക്കാവേ. അപ്പോൾ ഞാൻ നല്ലോണം പരത്തി ഉണ്ടയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ മാവിന് കറക്റ്റ് വെള്ളമൊക്കെ ആയിരുന്നു കേട്ടോ, അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ പിടിക്കുമ്പോൾ അറിയാമല്ലോ, കറക്റ്റ് വെള്ളവും പാകത്തിനൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഒരു നല്ല സൂപ്പറായിട്ട് കിട്ടും നമ്മൾ ഉണ്ട പിടിച്ച് കഴിയുമ്പോഴത്തേക്കിന്. അപ്പോൾ എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് ഓരോ പാത്രത്തിലോട്ടായിട്ട് ആദ്യം മാറ്റി വെക്കുക കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അത് ഓരോ ബോളുകൾ വെച്ച് നല്ലോണം ഒന്ന് അമർത്തിപ്പോൾ ഈ ഷേപ്പിൽ കിട്ടും. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ശർക്കരയും തേങ്ങയും കൂടെ വെച്ചേക്കുന്നത്
ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് ദേ നല്ലോണം മൂടി പിന്നെ ഒന്നുകൂടെ ഒന്ന് ഉണ്ട വരട്ടണം. അപ്പോൾ ദേ അങ്ങനെ ഞാൻ ഇനിയിപ്പോൾ അത് മൊത്തം ചെയ്തെടുക്കാൻ പോവാം. ഇതുപോലെ തന്നെ കേട്ടോ ഇലയുടെ ഉണ്ടാക്കുന്ന, ഇതുപോലെ തന്നെ മാവെല്ലാം കുഴച്ചെടുത്ത് അതുപോലെ തന്നെ ശർക്കരയും വെച്ച്, പക്ഷെ അത് ഉണ്ട ഉരുട്ടുന്നില്ലെന്നേ ഉള്ളൂ, നല്ല പരത്തിയെടുക്കുന്ന അത്രേ ഉള്ളൂ വ്യത്യാസം കേട്ടോ. രണ്ടും ഒരു ടേസ്റ്റൊക്കെ തന്നെ. അപ്പോൾ ദേ ഞാനങ്ങനെ ഫുള്ളും അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ദേ അപ്പച്ചെമ്പിനകത്ത് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ദേ 4 മണി ആയപ്പോഴത്തേക്കിന് 2 പേരും വന്നിട്ടുണ്ട് കേട്ടോ. കഴിച്ചുകൊണ്ടിരിക്കുക. ഒത്തിരി നാളുകൾക്ക് ശേഷം കേട്ടോ ഞങ്ങളിത് ഉണ്ടാക്കിയത്. അപ്പോൾ ദേ 2 പേർക്കും ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ ദേ ഇന്നത്തെ വൈകുന്നേരത്തെ കാപ്പി കൂടി ഇതാ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.